ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് നന്ദിനി. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും അനുജനും മാത്രമാണ് ഉള്ളത്. ഒരു ദിവസം ഞാൻ ബെഡ് വൃത്തിയാക്കുമായിരുന്നു. അനിയനും അടുത്തുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എൻ്റെ കളിപ്പാട്ടം തെറിച്ച് അവിടെ വീണു. അനിയനത് കണ്ടു. എല്ലാം ഞാൻ വിശദമായി പറയാം. ഒരു ദിവസം ഞാൻ തുണി അലക്കി വിരിക്കുകയായിരുന്നു. അനിയൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ചേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ഇടയ്ക്കൊക്കെ വഴക്കിടുന്ന കാണാലോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. നിനക്കെന്താണ്? നീ പോയി പഠിക്കുക. നീ ഇപ്പോൾ തൽക്കാലം ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്ക് സംശയമായി, ഇവൻ ഇനി എൻ്റെ പ്രശ്നം എന്തെങ്കിലും അറിഞ്ഞോ? ഞങ്ങളുടെ റൂം അടുത്തടുത്താണ്. ചെറിയൊരു സൗണ്ട് പോലും അവന് കേൾക്കാൻ പറ്റും. കൂടുതൽ അവനൊന്നും ചോദിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. അവനും എൻ്റെ പിന്നാലെ വന്നു. ഓരോന്നും ഇങ്ങനെ ചോദിക്കുകയാണ്, ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാറാന്ന്. ഞാൻ ബെഡ് വൃത്തിയാക്കുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ കളിപ്പാട്ടം തെറിച്ച് അവിടെ വീണു. അവനത് കാണാതെ ഞാൻ എടുത്തു. പക്ഷേ അവനത് കണ്ടു. അവനെന്തോ മനസ്സിലായി. ചേച്ചി, എന്നെ ഒരു ഫ്രണ്ടായി കണ്ട് എന്താ പ്രശ്നമെന്ന് പറ. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ പറ്റും. അവസാനം ഞാൻ അവനോട് പറയാൻ തന്നെ തീരുമാനിച്ചു. ചേട്ടൻ ചെയ്യുന്ന പരിപാടികളിൽ എനിക്ക് സന്തോഷം ഒന്നും കിട്ടാറില്ല. ചേട്ടന് പെട്ടെന്ന് പോകും. പിന്നീട് ചേട്ടൻ എന്നെ ശ്രദ്ധിക്കാറില്ല. ആ കളിപ്പാട്ടം വെച്ചാണ് ഞാൻ എൻ്റെ സന്തോഷം കാണുന്നത്. ഞാൻ അവനോട് എല്ലാം പറഞ്ഞു. അവനിനി എന്നോട് എന്താണാവോ തോന്നുക. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ജോലിയുടെ ആവശ്യത്തിന് ആള് 2 ദിവസത്തേക്ക് പോവുകയാണ്. ഞാൻ ഡ്രസ്സെല്ലാം എടുത്തു വെക്കുകയാണ്. അപ്പോഴേക്കും അനിയനും വന്നു. അനിയൻ ചേട്ടന് വേണ്ട സ്വീറ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം, നീ അനിയനെ ഒരു അമ്മയെപ്പോലെ നോക്കണം. അങ്ങനെ ആള് പോയി. ഞാനും അനിയനും മാത്രമായി. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അനിയൻ്റെ റൂമിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു. എന്തോ തട്ടലും മുട്ടലും ഒക്കെ. എനിക്ക് എന്താണെന്നറിയാൻ ആകാംക്ഷയായി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് കുറച്ച് ഇതായിട്ടുള്ള കാഴ്ചയായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ടപ്പോഴേ എന്തോ പോലെയായി. ചേട്ടൻ പോയ തക്കത്തിന് അവൻ്റെ സന്തോഷം കാണുമായിരുന്നു. അവൻ്റെ പരിപാടികളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അന്ന് രാത്രി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്ഷീണം കാണുമല്ലോ. അവൻ്റെ ഇതിന് നല്ല വലിപ്പമുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പാല് കുടിച്ചിട്ട് പഠിക്ക്, നിൻ്റെ ക്ഷീണമൊക്കെ മാറട്ടെ. അവന് പാലങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ സ്നേഹത്തോടെ കൊടുത്തപ്പോൾ അവനത് കുടിച്ചു. പിന്നെ ഞാൻ അവന് കാമുകി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. അതിനിടയ്ക്ക് ഒരു പേന ഞാൻ താഴേക്കിട്ട് അറിയാത്ത പോലെ അതവിടുന്ന് എടുത്തു. അപ്പോൾ അവൻ അതെല്ലാം കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. അവനുമായി ഞാൻ പിന്നെ കുറച്ച് പരിപാടി നടത്തി. പക്ഷേ അവനും അവൻ്റെ ചേട്ടനെ പോലെ തന്നെയായിരുന്നു. പിറ്റേ ദിവസം അവൻ വന്നപ്പോൾ അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇരിക്ക്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. പക്ഷേ അവൻ എന്നെ കൂട്ടി റൂമിലേക്ക് പോയിട്ട്, ചേച്ചി ഇന്നലെ ചേച്ചി പറഞ്ഞില്ലേ എൻ്റെ കൂടെ പരിപാടി ചെയ്തിട്ട് വലിയ സന്തോഷമൊന്നും കിട്ടിയില്ലെന്ന്. അതാണ് ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടുമായിട്ട് വന്നത്. ഞാനും ചേച്ചിയും ഫ്രണ്ടും നമ്മൾ 3 പേരോടെ കളിക്കുമ്പോൾ ചേച്ചിക്ക് എന്തായാലും നല്ല സന്തോഷം കിട്ടും. അത് കേട്ടപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നല്ലപോലെ കളിച്ചു. എനിക്ക് നല്ല സന്തോഷം കിട്ടി. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.